എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ജു കാര്യങ്ങളൊക്കെ അറിയുകയാണ്. ഫോട്ടോ കണ്ടു, മാനസയും മേഘനയും കൂടെ നിൽക്കുന്ന സെൽഫി ആണെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആരാന്ന് വെച്ചാൽ അത് മാർക്കോയും സാഗറും എല്ലാം കൂടെ ചെയ്ത പണിയാണ്. അങ്ങനെ അത് കണ്ട് കലി ഇളകി മഞ്ജു പോയി ക്വസ്റ്റ്യൻ ചെയ്യുവാണ് മേഘനെ. മേഘൻ പക്ഷെ അത് നിരസിക്കുവാണ്. മേഘൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, മോളെ അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി മഹാലക്ഷ്മിയോ കണ്ണനോ ആരോ ചെയ്ത പരിപാടിയാണ്. നീ ഇപ്പൊ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നില്ലേ, അതുകൊണ്ട് ആ പ്രശ്നം കഴിഞ്ഞ് നീ വീട്ടിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഫോട്ടോ കിട്ടി. അതുകൊണ്ട് ഇത് അവര് മനഃപൂർവ്വം ചെയ്തതാണ് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി. ഇതൊക്കെ ഇപ്പൊ എഡിറ്റിങ്ങിന്റെ കാലമല്ലേ, നമ്മുടെ തലയൊക്കെ വെട്ടി മാറ്റി വേറെ ആളുടെ തല വെച്ചും അല്ലെങ്കിൽ വേറെ രണ്ട് ഫോട്ടോ തമ്മിൽ യോജിപ്പിച്ചൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്യാൻ പറ്റും. അതാന്ന് പറഞ്ഞു മഞ്ജുവിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുവാണ്. പക്ഷെ മഞ്ജു പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കാര്യം, മഞ്ജുവിന് കണ്ണനും മഹാലക്ഷ്മിയും പറഞ്ഞ കാര്യങ്ങൾ മഞ്ജുവിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. നമ്മളോർക്കും മഞ്ജു ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, മഞ്ജു മേഘന്റെ പുറകെ പോയതാണ്. പക്ഷേ മഞ്ജുവിന്റെ മനസ്സിൽ അതൊക്കെ ഉണ്ട്. പക്ഷെ മഞ്ജു ഒന്നും വിശ്വസിക്കാൻ തയ്യാറാവാഞ്ഞതാണ്. അങ്ങനെ മഞ്ജു കണക്ട് ചെയ്യുവാണ്. മഹാലക്ഷ്മിയായ എൻ്റെ ഏട്ടത്തി പറഞ്ഞതാണ് ഇയാളെ വിശ്വസിക്കില്ലെന്ന്. എന്തോ ഒരു പ്രശ്നമുണ്ട്, കണ്ണേട്ടൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുവാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു മഞ്ജു നിൽക്കുവാണ്. മേഘൻ കിടന്ന് ഉരുണ്ടൊക്കെ കളിക്കുന്നുണ്ട്. മേഘൻ പക്ഷേ വിളിച്ചു പറയുന്നുണ്ട്, സാഗറിനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, നീയാണോടാ ഫോട്ടോ അയച്ചതെന്ന്. അപ്പൊ സാഗർ ആണെങ്കിൽ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ, ഞാനൊന്നും അല്ല, ഞാൻ അങ്ങനെ ചെയ്യുവോ, ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ തന്നെ സാറിന് അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് സാഗറിന്റെ ഒരു പാവത്തത്തിന്റെ ഒരു മോഡുണ്ടല്ലോ, അങ്ങനെ പറയുകയാണ്. ഇത് ക്വസ്റ്റ്യൻ ചെയ്തത് മഞ്ജു കേട്ടു. പക്ഷെ എന്താ പറയുന്നതെന്ന് മഞ്ജു കേട്ടില്ല. പക്ഷെ ആരോ വിളിച്ചിട്ട് മേഘനാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും മേഘന്റെ ഫേസും മാറുന്നതും എല്ലാ കാര്യങ്ങളും മഞ്ജുവിന് പിടികിട്ടിട്ടുണ്ട്. അപ്പൊ മഞ്ജു പറയുവാണ് മനസ്സിൽ, ഇതിന് എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് മഞ്ജു പറയുവാണ്. അപ്പൊ എൻ്റെ മുറച്ചെറുക്കൻ ആളത്ര വെടിപ്പൊന്നുമല്ല, എൻ്റെ മുറച്ചെറുക്കനെ നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് മഞ്ജു പറയുവാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ സീമന്തിനിയും സ്വാതിയും കൂടെ കയറി വന്നു, എന്താ പ്രശ്നമെന്ന് ചോദിച്ച്. അപ്പം മേഘനാണെ ആവുന്ന മഞ്ജുവിനോട് പറഞ്ഞു അവരെ ഫോട്ടോ കാണിക്കല്ലേ എന്ന്. മഞ്ജു പക്ഷേ പറഞ്ഞു, കാണട്ടെ, പെറ്റ അമ്മ കാണട്ടെ, മോന്റെ കയ്യിലിരിപ്പ് പെറ്റ അമ്മ കാണട്ടെ എന്നും പറഞ്ഞ് അവരെയും കൊണ്ട് കാണിക്കുവാണ്. പക്ഷെ സ്വാതിയെ കാണിച്ചില്ല. സ്വാതിയെ കാണിക്കപ്പോൾ സീമന്തിനെ നീ കാണണ്ടെന്ന് പറഞ്ഞങ്ങ് മാറ്റുവാണ്. അപ്പം മഞ്ജു ചോദിക്കുന്നുണ്ട്, സ്വാതി പ്രായപൂർത്തിയായ പെണ്ണല്ലേ, സ്വാതി ഇത് കണ്ടെന്നും പറഞ്ഞ് എന്താ പ്രശ്നം ചോദിക്കുവാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി മഞ്ജു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി നിൽക്കുവാണ്. അപ്പോഴത്തേനും സീമന്തിനെയും സ്വാതിയും ചോദിക്കുവാണ് മേഘനോട്, ഇതിൽ എന്തെങ്കിലും ഇതുണ്ടോ, ഇതൊക്കെ സത്യമാണോ, ഇത് ഏതാ ഈ പെണ്ണെന്നൊക്കെ ചോദിക്കുക. സ്വാതിയെ ഓടിച്ചു വിട്ടു മേഘൻ. പക്ഷെ സീമന്തിനെയും ചോദിക്കുന്നുണ്ട്, ഇത് ഏതാ ഈ പെണ്ണ്, നിനക്ക് എന്താ ഈ പെണ്ണുമായിട്ട് പരിപാടി, ഇതൊക്കെ സത്യമാണോ എന്ന്. മേഘൻ രണ്ടുപേരെ ഓടിച്ചു വിട്ടിട്ട് മേഘൻ നേരെ പോകുന്നത് കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും വീട്ടിലോട്ടാണ്. മേഘന്റെ മെയിൻ ഉദ്ദേശം കണ്ണനെയും മഹാലക്ഷ്മിയും കാണുമല്ല, മേഘന്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു അപ്പച്ചിയാണ് ദുർഗ. അപ്പൊ ആ അപ്പച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മഞ്ജുവിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനും, ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പച്ചി വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ് നേരെ ചെല്ലുന്നത്. പക്ഷെ ആദ്യമേ മഹാലക്ഷ്മിയും കണ്ണനെയും കണ്ടിട്ട് കുറച്ചൊക്കെ പറയുന്നുണ്ട്, നീ നിന്റെ ഭാര്യയും കൂടെ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറഞ്ഞിട്ടുണ്ട്, നീ എന്താ പറഞ്ഞതെന്ന് തെളിച്ചു പറ, എന്താ സംഭവിച്ചത്, ഞാനും മഹാലക്ഷ്മിയും കൂടെ നിന്റെ ജീവിതം തകർക്കാൻ നോക്കിയത് നീ എന്തർത്ഥത്തിലാ പറയുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പൊ മേഘൻ അത് പറയുന്നില്ല, ആ ഫോട്ടോ അവരെ കാണിക്കുന്നില്ല. പക്ഷെ പറയുവാണ്, ഇവള് വന്നേപ്പിനാണ് നീ മാറിയത്, ഇവളാണ് ഇവിടുത്തെ എല്ലാത്തിനും കാരണം, ഞാനും മഞ്ജുവും ജീവിതം നിനക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ ഓരോ പാര വെച്ച് ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി നോക്കുവോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മേഘൻ ഈ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല അവരെ. ഇത് പക്ഷെ കണ്ണനും മഹാലക്ഷ്മിക്ക് യാതൊരു അറിവുമില്ല, ഇത് മാർക്കോടെ പരിപാടിയാണ്. അങ്ങനെ അപ്പോഴും കണ്ണൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മി എൻ്റെ ഭാര്യയാണ്, ഈ സ്വത്തുക്കൾക്കെല്ലാം ഉടമയാണ്, എന്നെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ മഹാലക്ഷ്മിയെ റെസ്പെക്ട് ചെയ്യണം, അത് അവള് വന്ന് കയറിയിട്ടാണ് പ്രശ്നം ഉണ്ടായതെന്നൊന്നും പറഞ്ഞാലൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണനൊക്കെ അവിടുന്ന് പോവാണ്. അപ്പോഴാണെങ്കിൽ മേഘനാണെങ്കിൽ ദുർഗയെ പറയുവാണ്, അപ്പച്ചി ഇങ്ങനൊരു ഫോട്ടോ വന്നു, ഇന്ന് മറ്റേ തലയൊക്കെ വെട്ടി മാറ്റുന്ന ഇതൊക്കെ ഇല്ലേ, അതാണ്. ഈ കരുണ ശരിക്കും ഒരു പൊട്ടിയാണ്. കരുണ അതങ്ങ് വിശ്വസിച്ചിട്ട് പറയുവാണ്, ഇവൾ ഒറ്റയൊരുത്തിയാണ് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി ഈ ഫോട്ടോ ഒക്കെ ഇടുന്നതെന്ന് പറയുവാണ്. അങ്ങനെ ദുർഗയെ കൺവിൻസ് ചെയ്തിട്ട് ദുർഗ പറയുവാണ്, മോൻ വിഷമിക്കേണ്ട, ഞാൻ വിളിച്ച് മഞ്ജുനോട് സംസാരിച്ചോളാം, ഇതൊക്കെ ഫേക്കാണ്, മോനെ പെടുത്താൻ വേണ്ടി കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ചെയ്തതാന്ന് അപ്പച്ചിക്ക് അറിയാമല്ലോ, അപ്പച്ചി എല്ലാം സെറ്റപ്പ് ആക്കിക്കോളാം എന്ന് പറയുവാണ്. അപ്പൊ തൽക്കാലം മേഘനാഥൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും മേഘനെ അങ്ങനെ പിടിക്കത്തില്ല, മഞ്ജുവിനൊരു ഡൗട്ട് ഉണ്ടെന്നേ ഉള്ളൂ, കുറച്ച് എപ്പിസോഡ് മുന്നോട്ട് പോകും.
പോകുമ്പോൾ മഞ്ജു പതുക്കെ പോസിറ്റീവ് ക്യാരക്ടർ ആവും. മഞ്ജു ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയും. ആദ്യമേ ഈ കണ്ണൻ്റെയും മഹാലക്ഷ്മിക്കും അനുകൂലമായിട്ട് വരുന്നയാള് മഞ്ജു ആയിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്